നിന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ്. ആത്മീയതയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ആത്മീയതയിൽ ഉയർന്ന സ്ഥാനത്തുള്ളവര് അല്ലെങ്കിൽ ഇതേ പാത സഞ്ചരിക്കുന്നവര് അവർ നല്ലവരായിരിക്കും, അവർ നന്മയുള്ള ആളുകൾ തന്നെ ആയിരിക്കും, അവർ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, അവർ റിലീജിയസ് സ്പിരിച്വാലിറ്റിയിൽ ഉയർന്ന സ്ഥാനത്തുള്ള ഒരാളായിരിക്കാം, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയോ മറ്റാരും വേണമെങ്കിലും ആയിരിക്കാം. അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചില വിഷമങ്ങൾ, ചില വേദനകൾ, ചില സംഘർഷങ്ങൾ ഒക്കെ ഉണ്ടാകും. അത് ദൈവം അനുവദിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം അനുവദിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. രണ്ട്, പിന്നെ ആ കാര്യത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. അതങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു കോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ദൈവം തരുന്ന ബോധ്യത്തെക്കാൾ ഉപരിയായിട്ട് മറ്റൊരാൾ പറയുന്ന ബോധ്യത്തിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാനാണ്. ഫൗസ്റ്റീന പുണ്യവതിയുടെ കഥയിലാണെങ്കിലും നിങ്ങൾക്ക് അതുപോലെ അതേ ആത്മീയതയിലുള്ള ആളുകളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പലരുടെയും ജീവിതത്തിൽ ഇതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കാലഘട്ടത്തിൽ ദൈവം അനുവദിക്കുന്നതാണ്. അതിന് നിങ്ങൾ വ്യക്തികളോട് ഒരു ദേഷ്യമോ വിഷമോ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യാൻ പോകാതിരിക്കുകയായിരിക്കും നല്ലത്. അത് ദൈവത്തിന് വിട്ടുകൊടുക്കണം. ആത്മീയ മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് മുറിവുണ്ടായാൽ അത് നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയെ ബാധിക്കും. അതുകൊണ്ട് റിസ്ക് എടുക്കരുത്. ആ വിഷയം നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ആത്മീയ മനുഷ്യരിൽ നിന്നാണ് നിങ്ങൾക്ക് മുറിവുണ്ടാകുന്നത്. അത് നിങ്ങളുടെ ആത്മാവിനെ ബാധിച്ചാൽ നിങ്ങൾ ആത്മീയ വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോകാതാകും. അങ്ങനെ പിശാചിന് ഉദ്ദേശം നടപ്പിലാവുകയും ചെയ്യും. നിങ്ങൾക്ക് ആത്മീയമായ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും ഇല്ല. സോ ഈ വ്യക്തികളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ്. ഇതൊരു ചെറിയ തടസ്സമായിട്ട് നിങ്ങൾക്ക് തോന്നും, ചെറിയൊരു വിഷയമായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെയല്ല. സ്പിരിച്വാലിറ്റിയിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാത്തവര് ഈ ആത്മീയതയുടെ തന്നെ പല തലങ്ങളിൽ നിൽക്കുന്നവർ തന്നെയാണ്. എനിക്ക് കിട്ടിയ ഉപദേശം അനുസരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോരുന്നതെങ്കിൽ ഞാനൊരു കുടുംബജീവിതം നയിക്കേണ്ട ഒരാളാണ്. ഞാൻ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരാളായിരുന്നു. ഞാൻ ഇതുപോലൊരു ചാനലെ തുടങ്ങേണ്ടിയിരുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിലെ പ്രചോദനം, എന്നെ പ്രചോദിപ്പിക്കുന്ന കാര്യം, അതെല്ലാം മറ്റൊന്നായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഞാൻ അതിനെയാണ് കൂടുതലായിട്ട് പ്രാധാന്യമുള്ളതായിട്ട് എടുത്ത്. ആരും എതിർക്കണം എന്നല്ല. ദൈവം തന്നെ ചിലപ്പോൾ നമ്മളോട് പറയും കുറച്ച് നാളത്തേക്ക് മിണ്ടാതിരിക്കുക. ഫൗസ്റ്റീനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കുമ്പസാരക്കാരൻ പറയുന്നത് വരെ നീ മിണ്ടാതിരിക്കണം. അപ്പൊ അങ്ങനെയും ദൈവം പറയാം. ചിലപ്പോൾ നിന്നെ ഒരാളെ എതിർത്ത് സംസാരിക്കാൻ ദൈവം അനുവദിക്കുന്നതായിരിക്കും. നിനക്ക് ആത്മീയ ബോധ്യങ്ങളൊന്നുമില്ല, നിനക്ക് സ്പിരിച്വൽ കോളൊന്നും ഇല്ല എന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തെയാണോ അതോ ആ ആൾ പറയുന്നതാണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്ന് ദൈവം പരീക്ഷിക്കുന്നതായിരിക്കാം. സോ നമുക്ക് അറിയാത്തത് കൊണ്ട് ആത്മീയ തലത്തിൽ നിന്നും അനുഭവങ്ങൾ മോശമായത് ഉണ്ടായാൽ അതിനെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകണ്ട. വ്യക്തികളെ നിങ്ങൾ വിട്ടുകളയണം. അവർ ശരിയോ തെറ്റോ അത് ദൈവത്തിന്റെ കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകരുത്, അതിനെക്കുറിച്ച് വിഷമിക്കാൻ പോകരുത്. അത് നിങ്ങളുടെ ആത്മരക്ഷയെ ബാധിക്കും. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുക. പക്ഷേ ശരിയായ തിരുത്തലുകളെ നിങ്ങൾ എടുക്കണം. അത് നിങ്ങൾക്ക് ശരിക്കും ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ വലിയ വ്യക്തികളിലൂടെ ദൈവം നിങ്ങളെ തിരുത്തിയാൽ നിങ്ങൾക്കൊരു തിരുത്തപ്പെടും. ദൈവം നിങ്ങളെ തിരുത്തും. നിങ്ങളെ രക്ഷിക്കാനും വേണ്ടിയും ദൈവം ഇടപെടും. നിങ്ങളെ തിരുത്തും, നിങ്ങളെ നയിക്കും. അതൊക്കെ സംഭവിക്കും. സ്മിതയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടായാൽ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ഒരു സമയം വരുമ്പം എല്ലാം തെളിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകും.